ഉത്സവങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് ഈ ഒരു മകരം 1-ന് ശേഷമാണ്. ഇനിയുള്ള 6 മാസം ക്ഷേത്രങ്ങളിലൊക്കെ ഉത്സവമായിരിക്കും. ഇത്തരം പുണ്യ മുഹൂർത്തങ്ങൾ ഭക്തി നിർഭരമായ അന്തരീക്ഷമൊക്കെ ഒരുക്കുന്ന നിമിഷങ്ങളിലേക്കാണ് ഈ മകരസംക്രമം ഓരോ ഭക്തനെയും കൊണ്ടുപോകുന്നത്. പ്രത്യേകിച്ച് തുറസായ സ്ഥലങ്ങളിൽ ഒത്തുകൂടിയുള്ള ആഘോഷങ്ങൾ എല്ലാ ക്ഷേത്രങ്ങളിലും ഈ ഒരു കാലഘട്ടത്തിലാണ്. കാരണം സൂര്യന്റെ ചൂടരൽപ്പം കൂടുതലാണെങ്കിലും അത് കാഠിന്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പുള്ള കാലഘട്ടമാണ്. അപ്പോൾ ഒരുപക്ഷെ ഈ സൂര്യപ്രകാശത്തിലേക്ക് എല്ലാവരെയും കൊണ്ടെത്തിക്കുക എന്നൊക്കെയുള്ള ഉദ്ദേശം ഈ മകരസംക്രമ ദിനത്തിന് ശേഷമുള്ള ദിവസങ്ങളിലെ ഇത്തരം ഉത്സവങ്ങൾക്ക് ഉണ്ടാകും. ഏതായാലും ഇന്ന് രാവിലെ മകരമാസത്തിലെ ആദ്യ പ്രഭാതം പൊട്ടിവിടരുന്നത് ഞങ്ങൾ കണ്ടത് പൊന്നമ്പലമേട്ടിൽ നിന്നാണ്. കൃത്യം ഈ മകരജ്യോതി വരുന്ന അതേ പൊന്നമ്പലമേടിന്റെ അതേ ഭാഗത്ത് ആ മലയുടെ മുകളിലൂടെയാണ് സൂര്യൻ ഉദിച്ച് ആകാശത്തേക്ക് വന്നത്. അപ്പോഴൊക്കെ ഈ തിരുവാഭരണം പോലെ തിളങ്ങുന്ന സൂര്യ കിരണങ്ങൾ, ഈ പൊന്നമ്പലമേട്ടിൽ നിന്ന് പ്രവഹിക്കുന്ന സ്വർണ്ണ കിരണങ്ങൾ, അത് 18-ാം പടിയെയും ഈ സ്വർണ്ണ കൊടിമരത്തെയും അയ്യപ്പസ്വാമിയുടെ വാഹനമായ കുതിരയെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന സ്വർണ്ണ കൊടിമരത്തിന്റെ മുകളിലൊക്കെ ആ സൂര്യ വികിരണങ്ങൾ വീണ് തിളങ്ങുന്നത് കാണാൻ വല്ലാത്ത ഭംഗിയായിരുന്നു. ആ മകരമാസത്തിലെ കുളിരണിഞ്ഞ പ്രഭാതമായിരുന്നു ഇന്ന് രാവിലെ. അതിനുശേഷം സൂര്യന്റെ മട്ടൊന്ന് മാറി ഒരല്പം ചൂടിലേക്ക് കടന്നു. മധ്യാഹ്നമായപ്പോഴേക്കും നല്ല ചൂടായി, നല്ല ഉഷ്ണമായി. ആ ചൂട് ഏറ്റുകൊണ്ടാണ് അയ്യപ്പ ഭക്തരെല്ലാം ഈ മലയുടെ മണ്ടയിൽ ഇങ്ങനെ കാത്ത് പർണശാലകൾ കെട്ടി ഒരു ചെറിയ നിഴൽ, ഒരു ഇലവട്ടത്തിന്റെ നിഴലിൽ പോലും അവർ അഭയം പ്രാപിച്ചുകൊണ്ട് ആ ചൂടിനെ വകവയ്ക്കാതെ ഈ ഒരു നിമിഷത്തേക്ക്, ഈ ഒരു സന്ധ്യാസമയത്തേക്ക്, ഈ മകര വിളക്കിന്റെ ദിവസത്തെ ആ സന്ധ്യാ ശോഭയിലേക്ക് ആ ശോഭയിൽ നടക്കുന്ന ദീപാരാധന കാണുവാൻ വേണ്ടി കാത്തിരിക്കുന്ന ആ ഒരു ആവേശത്തിൽ അവർ ഈ ചൂടും തണുപ്പും എല്ലാം മറന്നു. അവർക്ക് മുന്നിൽ അയ്യപ്പസ്വാമി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അയ്യപ്പസ്വാമി മാത്രമേ അവർക്ക് ഇപ്പോഴുമുള്ളൂ. അവർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രാത്രിയിൽ ഒത്തുകൂടുകയും ഭജന പാടുകയും കർപ്പൂരാഴി നടത്തുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. ഒരുപാട് പ്രായമായ മാളികപ്പുറങ്ങളെ കണ്ടു. വളരെ പിഞ്ചു കുഞ്ഞുങ്ങളായ മാളികപ്പുറങ്ങളെയും മണികണ്ഠന്മാരെയും കണ്ടു. അവർക്കൊന്നും ഈ ശാരീരിക അവസ്ഥകൾ അവർക്കൊരു പ്രശ്നമേ അല്ല. ഈ ഒരു ദിവസം അവർ ജീവിതത്തിൽ കാത്തിരിക്കുന്നതാണ്, എല്ലാ വർഷവും കാത്തിരിക്കുന്നതാണ്. അയ്യപ്പസ്വാമിയെ ഒരു നോക്ക്